നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. പേടിക്കണ്ട. തന്റെ കയ്യിൽ പിടയുന്നത് പാത്തുവിന്റെ ഹൃദയം കൂടിയാണെന്ന് തോന്നി ക്രിസ്റ്റിക്ക്. വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി ഓരോ ചുവടും വെക്കുന്നത്. ഫോണിന്റെ സ്ക്രീനിന്റെ നേർത്ത വെളിച്ചത്തിൽ അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. ദിൽനയുടെയും ഋഷിയുടെയും റൂമുകളിൽ വെളിച്ചമുണ്ടെന്ന് അവൻ മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത്. തനിക്ക് മറവിൽ പതുങ്ങി നിൽക്കുന്ന പാത്തുവിനെയും വലിച്ചുകൊണ്ടവൻ വലത് സൈഡിലെ തന്നെ മുറിയിലേക്ക് ഓടുകയായിരുന്നു. കയറ്, ഇതാന്റെ റൂം. പാത്തുവിനെ വലിച്ച് വാതിലിനടുത്തേക്ക് നിർത്തി കിതപ്പോടെ പിന്നിലേക്ക് നോക്കി ക്രിസ്റ്റി ശബ്ദമടക്കി പറഞ്ഞു. ഷാദി വിളിച്ചോ അമീദ് കാ? ആളിലെ വലിയ സോഫയിലിരിക്കായിരുന്ന അമീദിനടുത്ത് വന്നിരുന്നോണ്ട് നിയാസ് ചോദിച്ചു. ഇല്ലടാ, അവൻ ആ കമ്പനി കയറി കളിച്ചവനെ കാണാൻ പോവാണെന്ന് പറഞ്ഞിരുന്നു. അത് തീർന്നു കാണില്ല, അത് കഴിഞ്ഞ് വിളിക്കുമായിരിക്കും. കയ്യിലുള്ള ചായയൊന്നും മുത്തിക്കൊണ്ട് ഹമീദ് മറുപടി പറഞ്ഞു. സലാമിന് നേരെ താഴെയുള്ളവനാണ് ഹമീദ്. അയാൾക്ക് താഴെ 2 പെങ്ങന്മാരാണ്, റംലയും സുഹറയും. ഏറ്റവും ഇളയവനാണ് നിയാസ്. അറക്കൽ അഹമ്മദ് ഹാജിയുടെ വിശാലമായ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരാണ് ഹമീദ്. 50 വയസ്സിലും ദുനിയാവിൽ ഇനിയും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുണ്ടെന്ന് മാത്രമാണ് ഹമീദിന്റെ ചിന്ത. അതിനുവേണ്ടി ബാങ്കിൽ കുമിഞ്ഞുകൂടുന്ന സമ്പാദ്യങ്ങളുടെ വർധനയ്ക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. ഇക്കയേക്കാൾ ഒട്ടും മോശമില്ല ഈ കാര്യത്തിൽ നിയാസും. അഹമ്മദ് ഹാജിയുടെ പെങ്ങൾ സുലൈഖയുടെ മകനാണ് ഷാഹിദ്. അവനാണ് ഹമീദിന്റെയും നിയാസിന്റെയും പറയപ്പെട്ട ദൈവം. അവന് പ്രീതിപ്പെടുത്തുക എന്നത് ആ കുടുംബത്തിലുള്ളവരുടെ പ്രിയപ്പെട്ട വിനോദമാണെന്ന് വേണമെങ്കിൽ പറയാം. രഹസ്യമായി അവനെ മോഹിക്കുന്നവരായിരുന്നു അറക്കിലെ പെൺകുട്ടികളിൽ ഭൂരിഭാഗവും. ചെറുപ്പം മുതൽ അറക്കൽ തറവാട്ടിൽ നിന്നാണ് ഷാഹിദ് വളർന്നത്. അവൻ അറിവാകും മുന്നേ തള്ളിപ്പിരിഞ്ഞ ഉപ്പയും ഉമ്മയും. അഹമ്മദ് ഹാജി പെങ്ങളുടെയും മകന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തു. ചെറുപ്പം മുതൽക്കേ മിടുക്കനായി ഷാദി വളർന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട ഷാദി, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഷാദി. ആരോടും യാതൊരു വഴക്കിനും പോവാതെ എല്ലാം ഒരു ചിരിയോടെ നേരിടാൻ പഠിച്ച ഷാദി വളർച്ചയുടെയും സമൃദ്ധിയുടെയും പടവുകൾ മിന്നൽ പോലെയാണ് കയറിപ്പോയത്. പഠിച്ച എല്ലായിടത്തും റാങ്കുകൾ വാരിക്കൂട്ടി. മോഹിക്കുന്ന എന്തോ നിമിഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന അവന്റെ ലോകം വളരുകയായിരുന്നു അവനൊപ്പം. അറക്കൽ ഷാഹിദ് അങ്ങനെയാണ് അറക്കൽ വീടിന്റെ അവസാന വാക്കായി മാറിയത്. ആ വീട് അവനെ ചുറ്റിത്തിരിയാൻ തുടങ്ങിയത്. അവനിഷ്ടമില്ലാത്തൊന്നും അവിടെ ആരും ചെയ്യാറില്ല. വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് മുന്നിലേക്ക് മാതൃകയായി തുറന്നു വെച്ചേക്കുന്ന ഷാഹിദ് എന്ന പാഠപുസ്തകത്തിൽ അനേകം പേജുകളിൽ അനീതിയുടെയും ക്രൂരതയുടെയും ചുവന്ന മഷിപ്പേനയുടെ അടയാളങ്ങളെ അധികമാരും തിരിച്ചറിഞ്ഞതുമില്ല. അതുമല്ലെങ്കിൽ നേരത്തെ ഒരു ചിരി കൊണ്ട് പൊതിഞ്ഞവനെ അവരാരും അറിഞ്ഞില്ല. അറിയാൻ ശ്രമിച്ചവരെ അവൻ നിരാശപ്പെടുത്തിയതുമില്ല. വാതിൽ ലോക്ക് ചെയ്തെന്ന് ഒന്നുകൂടെ വലിച്ചു നോക്കി ഉറപ്പിച്ചിട്ടാണ് ക്രിസ്റ്റി ശ്വാസം വിട്ടത്. ഇനി ഈ പരിസരത്തേക്ക് ആ വീട്ടിലുള്ള ആരും കടന്നു വരില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. വൃത്തിയായി വിരിച്ചിട്ട ബെഡിലേക്ക് കുറുകെ കിടന്നുകൊണ്ടവൻ അന്നേരം വരെയും അനുഭവിച്ചു തീർത്ത ടെൻഷൻ ഇറക്കി വെച്ച് കണ്ണടച്ച് കിടന്നു. 1-2 നിമിഷങ്ങൾക്ക് ശേഷമാണ് കൂടെ വന്നവളെയും അവളുടെ അവസ്ഥയെയും കുറിച്ച് അവൻ ഓർത്തത്. കിടന്ന അതേ സ്പീഡിൽ അവൻ ചാടി എഴുന്നേറ്റ്. ക്രിസ്റ്റി എഴുന്നേൽക്കുന്ന കണ്ടതും പാത്തു ഞെട്ടിക്കൊണ്ട് കൂടുതൽ ഭിത്തിയോട് ചേർന്ന് നിന്നു. അവൻ കൈകൊണ്ട് നെറ്റിയിലും തട്ടി. റിയലി സോറി ഫാത്തിമ, ഞാൻ ഉള്ളിലെ ടെൻഷൻ കൊണ്ട് പെട്ടെന്ന് തന്നെ കുറിച്ച് ഓർത്തില്ല. ക്രിസ്റ്റി പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പാറി പറന്ന് കിടക്കുന്ന മുടിയിഴകൾക്ക് മീതെ ഫാത്തിമ വീണു ഷാള് പിടിച്ചിട്ടുകൊണ്ട് അവനെ തന്നെ നോക്കി. ഇന്നിനിയൊന്നും പേടിക്കണ്ട, ഈ മുറിയിലതിന് പരിസരത്ത് ഇവിടെ ആരും വരില്ല, ധൈര്യമായിട്ട് കിടന്നുറയിക്കോ. അവൻ ശാന്തമായി നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞിട്ടും അവിടെ നീളൻ മിഴികളിൽ ആശങ്കയാണ്, ഭയമാണ്. അതിനവളെയും തെറ്റു പറയാനാവില്ലല്ലോ. യാതൊരു പരിചയമില്ലാത്ത അന്യനായൊരു പുരുഷന്റെ കൂടെ പാതിരാത്രി അവന്റെ മുറിയിൽ തനിച്ച്. അവന് മനസ്സിലാവുന്നുണ്ട് അവളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ. താനിവിടെ കിടന്നോ ഫാത്തിമ, ഞാൻ ആ ബാൽക്കണിയിലുണ്ടാവും. പുറത്തുനിന്ന് ഞാൻ ലോക്ക് ചെയ്യാം, അതൊന്നും നീയും കുറ്റിയിട്ടേക്ക്. ക്രിസ്റ്റി അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു. നന്ദി. വെറുക്കുന്ന കൈകൾ അവന് നേരെ കൂപ്പിക്കൊണ്ട് പാത്തു അത് പറയുമ്പോൾ ഒരായുസിന്റെ കടപ്പാട് കൊണ്ട് അവളുടെ വാക്കുകൾ പോലും വിറച്ചു. അത്രമേൽ ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ ക്രിസ്റ്റി മുഖം ചിരിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. അവളുടെ നിറഞ്ഞ മിഴികളുടെ ആഴങ്ങളിലേക്ക് അവനൊന്നുകൂടി സൂക്ഷിച്ച് നോക്കി. ഓർമ്മയിലെവിടെയും നിനക്കെന്നെ കണ്ടുപിടിക്കാനാവുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി? മടുപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽപ്പെട്ട് വീണുടഞ്ഞു പോയോ ഈ ഈച്ച നിന്റെ മനസ്സിൽ നിന്നും? നാവുകൾ ബന്ധിപ്പിക്കപ്പെട്ടവനെ പോലെ ക്രിസ്റ്റി ഹൃദയം കൊണ്ട് അവളോട് ചോദിച്ചു. അല്ലെങ്കിൽ അവളെ എങ്ങനെ തെറ്റു പറയാനാവും? അറക്കൽ സലാമിന്റെ മകളാണെന്ന് അവൾ സ്വയം പരിചയപ്പെടുത്തുന്നവരെയും അവളെ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഓർമ്മയിലൊരു വസന്തം തീർക്കുന്നവളെ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറവിക്ക് വിട്ടുകൊടുക്കാതെ തിരികെ എത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ലാഞ്ഞിട്ടും കാത്തിരുന്ന തനിക്ക് അവളെ ഒറ്റ നോട്ടം കൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ തൻ്റെ ഈ പരിഭവത്തിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും അവന്റെ കണ്ണുകൾ പാത്തുകൾ തന്നെ തടഞ്ഞു. ഇട്ടിരുന്ന ചുരിദാറാകെ മുഷിഞ്ഞിട്ടുണ്ട്.
നിലത്തിരുന്നിട്ടാവും, അതിലാകെ മണ്ണ് പറ്റിയിട്ടുണ്ട്. തനിക്ക് ഫ്രഷ് ആവണമെങ്കിൽ ആയിക്കോ കേട്ടോ, അതാ ബാത്റൂം. മുഖം കുനിച്ച് നിൽക്കുന്ന പാത്തുവിനെ നോക്കി ക്രിസ്റ്റി പറഞ്ഞത് അവളുടെ മുഖത്ത് തങ്ങി നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ കൂടി കണ്ടിട്ട് തന്നെയാണ്. ഒന്ന് കുളിച്ചാൽ ഇച്ചിരി ആശ്വാസം കിട്ടുമായിരിക്കും. അവളൊന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കി. മാറിയിടാൻ ഡ്രസ്സൊന്നും ഉണ്ടാവില്ലെന്ന് അവനറിയാം. പക്ഷെ അവളോട് അതൊന്നും പറയാനുള്ള ഒരു അവസ്ഥയിലല്ല. എത്രയും പെട്ടെന്ന് താനീ മുറിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയാണിപ്പോൾ അവളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം. വാതിൽ നിന്നും കൈയെടുത്തിട്ട് ക്രിസ്റ്റി വേഗം ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു ടെക്സ്റ്റൈൽസ് കവർ എടുത്ത് കിടക്കയിൽ വെച്ചിട്ട് അവൾ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവനിറങ്ങി അതേ സെക്കൻഡിൽ തന്നെ പാത്തു വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു. കരഞ്ഞു തളർന്ന കണ്ണുകൾ കടയുന്നുണ്ട്. ശരീരം മൊത്തം തളർന്നു പോകുന്നുണ്ട്. ഇന്നൊരു ദിവസം കൂടി രക്ഷപ്പെട്ടു. ആരെന്നും ഏതെന്നും അറിയാത്തൊരുവന്റെ കാരുണ്യം കൊണ്ട്. വീണ്ടും അവൾ നന്ദിയോടെ ക്രിസ്റ്റിയെ ഓർത്തു. എവിടെയോ കണ്ടു മറന്ന പോലെ അവന്റെ കണ്ണുകൾ, കാലങ്ങൾക്കപ്പുറം പരിചിതമെന്നതുപോലെ അവന്റെ ആ ചിരി. അതെന്താണെന്ന് മാത്രം അവൾ എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലായില്ല. ആ ഓർമ്മയിൽ കൂടുതൽ ചെയ്യാനുള്ളൊരവസ്ഥയിലല്ലായിരുന്നു അപ്പോഴവളും. ഇന്നത്തെ രാത്രി ഇങ്ങനെ രക്ഷപ്പെട്ടു. ഇനി നാളെ അങ്ങനെ നിവർന്നു കിടക്കുന്ന ഒരുപാട് നാളുകൾ. ആ നിമിഷം അവളെ ഒരുപാട് പേടിപ്പിച്ചു. കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി എത്ര നേരം ഇരുന്ന് ആലോചിച്ച് നോക്കിയിട്ടും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമായി ആ നാളുകൾ അവളെ ശ്വാസം മുട്ടിച്ചു. ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. പകൽ പോലും ആ മുറിയിലിരുന്ന് ഉറങ്ങാൻ പേടിയാണ്. 2 ദിവസത്തിന്റെ ഉറക്കവും ക്ഷീണവും അവളെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. നിലത്തുനിന്ന് എഴുന്നേറ്റുണ്ടവൾ ഒന്നുകൂടി മുറിയിലാകമാനം നോക്കി. നല്ല ചിട്ടയോടെ അടുക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടവൻ. വീണ്ടും മനസ്സിലേക്ക് അവന്റെ മുഖവും കടന്നു വന്നു. പേര് പോലും ചോദിച്ചില്ലല്ലോ എന്നവൾ അപ്പോഴാണ് ഓർത്തത്. പടച്ചോന്റെ മുന്നിൽ എന്നതുപോലെ ഫാത്തിമ ഇപ്പോൾ അവന്റെ മുമ്പിലും നന്ദിയുള്ളവളാണ്. ആ നന്ദി കാണിക്കാൻ കേവലം ഒരു പേരിന്റെ ആവശ്യം എന്താണ്? തലയിലെ തട്ടമൂരി മാറ്റി അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടിയെല്ലാം കൂടി വാരി പിടിച്ച് മുകളിലേക്ക് കെട്ടിവെച്ചു. ഒന്ന് കുളിക്കണമെന്ന് ശരീരം പോലും അതിയായി മോഹിക്കുന്നുണ്ട്. അത്രയും മുഷിഞ്ഞു പോയിരുന്നു. കുളിച്ച് വൃത്തിയായിട്ടും ഈ മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ ഇടണമല്ലോ എന്ന് ഓർത്തുകൊണ്ടവൾ ആ ചിന്ത വേണ്ടെന്ന് വെച്ചു. കിടക്കയിൽ ക്രിസ്റ്റി എടുത്തു വെച്ച കവറിനെ കുറിച്ച് അപ്പോഴാണ് ഓർത്തത്. പതിയാതെ എടുത്തൊന്ന് തുറന്നു നോക്കി. ബ്ലാക്ക് കളറുള്ള ഒരു ട്രാക്ക് സ്യൂട്ടും വെളുത്തൊരു ബനിയനുമാണ് അതിൻ്റെ ഉള്ളിൽ. പുതിയതാണെന്ന് തെളിയിച്ചുകൊണ്ട് അതിൽ പ്രൈസ് ടാഗ് തൂങ്ങിക്കിടപ്പുണ്ട്. തനിക്ക് വേണ്ടി അവനിത് കിടക്കയിൽ എടുത്തു വെച്ചെന്ന് അവൾക്ക് ഉറപ്പായി. നന്ദിയോടെ ഒരിക്കൽ കൂടി പാത്തവനെ ഓർത്തുപോയി. പറയാതെ തന്നെ എത്ര പെട്ടെന്നാണ് അവന് തൻ്റെ അവസ്ഥകളെ മനസ്സിലാകുന്നത്. ഈ ലോകത്തിലെ പുരുഷന്മാർക്കെല്ലാം ഒരേ മനസ്സാണെന്ന് നീ കരുതുന്നുണ്ടോ ഫാത്തിമ? കാതിൽ അവന്റെ ചോദ്യം വീണ്ടും കേൾക്കുന്ന പോലെ. അല്ല, ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ചിലർ കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ നിന്നു പോകുന്നത്. ഹൃദയം കൊണ്ടവൾ അവനോടെന്ന പോലെ പിറുവിറുത്തു. ഡാ എന്തായി? ഫൈസിയുടെ അക്ഷമ നിറഞ്ഞ ചോദ്യം. അവനൊരു മുള്ളു കൂമ്പാരത്തിന് മുകളിലാണ് ഇരിപ്പെന്ന് തോന്നും. ചോദ്യം കേട്ടാൽ ക്രിസ്റ്റിക്ക് ചിരി വന്നു. എന്താവാൻ, എവറിത്തിങ് ഈസ് ഓക്കെ. ഞങ്ങൾ സേഫായിട്ട് എൻ്റെ മുറിയിലെത്തി, ക്രിസ്റ്റി പറഞ്ഞു നിർത്തി. എന്നിട്ട് ഫൈസിയുടെ ആകാംക്ഷ ഏറി വന്നിരുന്നു. എന്നിട്ടൊന്നുമില്ലടാ, അവളെ മുറിയിലാക്കിയിട്ട് ഞാനിവിടെ പെരുവഴിയിലായി ഗൈസ്. ആണോ കുഞ്ഞേ? എങ്കിലാ ഞഞ്ഞായി. താനെ എടുത്ത് തലയിൽ വെച്ച വയ്യാവേലിയല്ലേ, അങ്ങോട്ട് അനുഭവിച്ചു തീർക്കെന്റെ കുമാരേട്ടാ. ഫൈസിയും മറുപടി പറഞ്ഞു. ഡാ, ഫൈസി വീണ്ടും വിളിച്ചു. ക്രിസ്റ്റി അലസമായി ഒന്ന് മൂളി. ഡാ കുഞ്ഞുകളിയല്ലേട്ടോ, എല്ലാം മറന്നിട്ട് ഉറങ്ങിപ്പോരുത്. കാലത്ത് അവരെല്ലാം എണീക്കുന്നതിന് മുന്നേ തിരിച്ചുവിട്ടോളണം. ഇല്ലെങ്കിൽ നാളെ നേരത്തെ സെൻട്രൽ ജയിലിൽ നീണ്ടു നേർന്ന് കിടക്കേണ്ടി വരും നീ. അതല്ലെങ്കിൽ ആ ഷാഹിദ് തല്ലിയൊടിച്ച കയ്യും കാലിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിർത്തടത്തിണ്ടി. അവൻ്റെ ഒരു നെഗറ്റീവ് അടിക്കല്. ഫൈസി പറഞ്ഞ് മുഴുവനാക്കും മുന്നേ ക്രിസ്റ്റി പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനുള്ളത് പറയും, ഫൈസി വാശി പോലെ പറഞ്ഞു. അതെന്റെ പട്ടി കേൾക്കും. അതും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി ഫോൺ കട്ട് ചെയ്തു. അവനറിയാം ഫൈസി തന്നെ ആശ്വസിപ്പിക്കാൻ മനഃപൂർവ്വ സിറ്റുവേഷൻ ലാഘവത്തോടെ കാണാൻ ശ്രമിക്കുകയാണെന്ന്. ആ ഓർമ്മയിൽ തന്നെ ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. ഉറക്കം ഒട്ടുമില്ലാത്തൊരു രാത്രി. ബാൽക്കണിയിൽ കുരുത്തിട്ട മരത്തിന്റെ ഊഞ്ഞാലിൽ കിടന്നുകൊണ്ട് ക്രിസ്റ്റി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. ഒട്ടനവധി രാത്രികളിൽ അവൻ ആ ഊഞ്ഞാലിൽ കിടന്നാണ് ഉറങ്ങാറുള്ളത്. ഹൃദയം ഒരു പ്രകാശഗോളം പോലെ. തേടി നടന്ന എന്തോ കണ്ടുകിട്ടിയൊരു നിർവൃതി. അന്നത്തെ ആ 10 വയസ്സുള്ള ക്രിസ്റ്റിയിൽ നിന്നും താൻ ഇച്ചിരി പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് തോന്നി അവൻ ആ നിമിഷം. ആ കൊഞ്ചിവിളിയും കാതോർത്ത് കിടക്കുന്ന പാത്തുവിൻ്റെ പ്രിയപ്പെട്ട ഈച്ച. അതവൾ ഒരിക്കലും താൻ പറഞ്ഞിട്ട് അറിയരുതെന്നൊരു കുഞ്ഞു വാശി കൂടി ആ നിമിഷം മുതൽ അവനിൽ വലയമിട്ട് തുടങ്ങി. എല്ലാം അറിയുമ്പോൾ ഓ അത് നീയായിരുന്നോ എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് അവളെ തോൽപ്പിച്ച് കളയോ, അതോ തന്നെ പോലെ എന്നോ കണ്ടു മറന്നൊരു സ്വപ്നം പോലെ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ച്.
ശ്വാസം മുട്ടിയതുപോലെ ക്രിസ്റ്റി ചാടി എഴുന്നേറ്റു. ഓർമ്മകൾ ഇനിയും ഈ വഴിയിൽ ചിതറി വീണിടും. അവയിലെല്ലാം ഞാൻ നിന്നെ തിരഞ്ഞിടും. തമ്മിലറിയുന്ന നാളിനായി ഇനിയുമേറെ ഞാൻ നിന്നെ കാത്തിടും. ദയം മൊഴിയുന്നത് കേൾക്കെ അവനെ പോലും അത്ഭുതപ്പെടുത്തുന്നൊരു ഭാവത്തിൽ അത്രമേൽ മനോഹരമായൊരു ചിരിയോടെ ഫീലോടെ ക്രിസ്റ്റി ഇരുന്നു. പുലർച്ചെ എപ്പോഴോ കണ്ണടച്ചെങ്കിലും ഫോണിൽ അലാറം അടിക്കുന്ന കേട്ട് ക്രിസ്റ്റി കണ്ണു തുറന്നു. എന്നത്തേക്കാൾ അരമണിക്കൂർ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചതാണ്. താൻ സ്ഥിരമായി എഴുന്നേൽക്കുന്ന നേരം അമ്മയും എണീക്കാറുണ്ട്. ഫാത്തിമയെ പുറത്താക്കിയിട്ട് വേണം തനിക്ക് ടാപ്പിങ്ങിന് പോവാൻ. അമ്മ എണീറ്റ് വരും മുന്നേ അത് ചെയ്യണം. ക്രിസ്റ്റി പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ചാടി എഴുന്നേറ്റു. ബാൽക്കണിയുടെ ചാരി വെച്ച വാതിൽ തുറന്നുകൊണ്ടവൻ അകത്തേക്ക് നടന്നു. നിലുവിന്റെയും ഋഷിയുടെയും മുറികളുടെ നേർക്കം നോക്കിയിട്ട് പതിയെ അവന്റെ മുറിയുടെ വാതിൽ തട്ടി വിളിച്ചു. പുറത്തുനിന്നുള്ള ലോക്ക് തുറന്നിട്ട് വീണ്ടും അവൻ വാതിൽ തട്ടി. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം മനസ്സമാധാനത്തോടെ ഉറങ്ങിക്കിടന്നിരുന്ന പാത്തുവിനെ ഉണർത്താൻ അവൻ അല്പനേരത്തെ പരിശ്രമം ആവശ്യമായിരുന്നു. വാതിൽ തുറന്നിറങ്ങി വന്നവളിലും ആ പരിഭ്രമം ഉണ്ടായിരുന്നു. തലേന്ന് അവളിട്ട അതേ ചുരിദാർ തന്നെയാണ് വേഷം. കിടക്കയിൽ എടുത്തു വെച്ച് പോയത് ഇനി ഇവൾക്കാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടാണോ? പാത്തു വാതിൽക്കൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തതും ക്രിസ്റ്റി അകത്തേക്ക് കയറിക്കൊണ്ട് ഓർത്തു. പക്ഷേ തിരക്കിട്ട് ഊരി വെച്ചതുപോലെ കിടക്കയുടെ ഒരരികിൽ അവൻ വെച്ചിട്ട് പോയ ഡ്രസ്സുണ്ടായിരുന്നു. ആ വാതിലടച്ചേക്ക്. തിരിഞ്ഞു തന്നെ ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു. ഞാനിന്ന് ഇതേ ടൈമിൽ തന്നെ എണീക്കാറുണ്ട് ടാപ്പിങ്ങിനായിട്ട്. ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റതാ. ഷെൽഫിൽ നിന്ന് മാറിയിടാനുള്ള ഡ്രസ്സ് വലിച്ചെടുക്കുന്നതിനിടെ പാത്തുവിനോടായി ക്രിസ്റ്റി പറഞ്ഞു. സാധാരണ കുളിച്ചു കഴിഞ്ഞ് റൂമിൽ വന്നിട്ടാണ് ഡ്രസ്സ് ചെയ്യാറുള്ളത്. ഇന്ന് അവൾ അതിനകത്ത് കിടന്നുകൊണ്ട് ശീലങ്ങളെല്ലാം മാറ്റേണ്ടി വന്നു. തന്നെ പുറത്തേ അടിച്ചിട്ട് വേണം എനിക്ക് ജോലിക്കിറങ്ങാൻ. വിളിച്ചു വന്നു തുടങ്ങിയാൽ പിന്നെ റിസ്ക്കാ. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം. ഞാൻ എണീക്കുന്ന അതേ ടൈം ആകുമ്പോഴേക്കും എൻ്റെ അമ്മ എണീക്കാറുണ്ട്. അതിനു മുന്നേ ഇവിടുന്ന് ഇറങ്ങണം. അതും കൂടി പറഞ്ഞിട്ട് ക്രിസ്റ്റി ബാത്റൂമിലേക്ക് കയറിപ്പോയി. അവൻ പോയതും പാത്തു ഒരു നിമിഷം കൂടി അതേ നിൽപ്പ് തുടർന്നു. പിന്നെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന വാഷ് ബേസിൽ പോയി മുഖം നന്നായി കഴുകി പാറി പറന്നുകൊണ്ടിരുന്ന മുടിയൊന്ന് കൈകൾ കൊണ്ട് ഒതുക്കി വെച്ച് കിടക്കയിൽ അഴിച്ചു വെച്ച പാനും ടീഷർട്ടും വൃത്തിയായി കുടഞ്ഞു മടക്കി അത് കൊണ്ടുപോകാനും മുഷിഞ്ഞുകൊണ്ട് ഇവിടെ ഇടാനും വല്ലാത്തൊരു ധർമ്മസങ്കടം അന്നേരം അവളിൽ ഉണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ക്രിസ്റ്റി തിരിച്ചിറങ്ങി വന്നു. ഇറങ്ങിയാലോ? ടേബിൾ വെച്ച ഹെഡ്ലൈറ്റ് എടുത്തുകൊണ്ടവൻ അവളെ നോക്കി. പാത്തുപതിയെ മൂളി. എങ്കി വാ. അതും പറഞ്ഞുകൊണ്ടവൻ മുന്നേ നടന്നു. പിന്നെ പുറകിൽ നിന്നും ഫാത്തിമയുടെ സ്വരം. ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി. എന്തേ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഈ ഡ്രസ്സ്? കിടക്കയിൽ മടക്കി വെച്ച ഡ്രസ്സ് ചൂണ്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. നിനക്ക് വേണമെങ്കിൽ എടുത്തോ, ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു. വേണോ ഫാത്തിമ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. വേണ്ടെന്ന് മുഖമുയർത്തി നോക്കാതെ അവൾ തലയാട്ടി കാണിച്ചു. എങ്കിലതവിടെ ഇട്ടേക്ക്. വല്ലപ്പോഴും ഇതുപോലെ വഴിതെറ്റി ഓടിക്കയറി വരുമ്പോൾ നിനക്ക് തന്നെ ഉപകാരപ്പെട്ടേക്കും, ക്രിസ്റ്റി ഒരു ചിരിയോടെ പറഞ്ഞു. അത് ഞാൻ ഇട്ടതാ, പാത്തുപതിയെ പറഞ്ഞു. ആ എനിക്കറിയാം, ഞാൻ അതിനാണല്ലോ തനിക്ക് തന്നു. അത് മുഷിഞ്ഞതാ, കഴുകണ്ടേ? ഇപ്രാവശ്യം പാത്തുവിനെ നോക്കി. അതോർത്ത് നീ ടെൻഷനാവേണ്ട ഫാത്തിമ. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ തന്നെയാണ് വാഷ് ചെയ്യാറുള്ളത്. ഇന്ന് അതുകൂടെ ചെയ്യാം, ഡോണ്ട് വറി, ക്രിസ്റ്റി കണ്ണി ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ ഭാവം അവൾക്ക് മുന്നേ പരിചിതമെന്ന പോലെ ഹൃദയമൊന്ന് തുള്ളി വിറച്ചു. ക്രിസ്റ്റി പാത്തുവിനെ പെരുവഴിയിൽ ഉപേക്ഷിക്കുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.